ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈയാ. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സാധനമാണ് ഇടുന്നത്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ചില്ലി പൗഡറാക്കി വെച്ചിട്ടുള്ളതാണ്. അതൊരു 1.5 സ്പൂണാണ് ഞാൻ ഇടുന്നത്. എരിവിന് പാകത്തിന് മതി. കുറച്ച് ഉപ്പ്. പിന്നെ ഞാൻ അടുത്ത് ചേർക്കുന്നത് കുറച്ച് തൈര്, ഒരു 2 സ്പൂൺ 2.5 സ്പൂൺ തൈര് ചേർക്കുക. തൈര് ചേർക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചിക്കണിനൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേഗം വേവുകയും ചെയ്യും, സോഫ്റ്റ് പീസാവും. അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കണം, മൂടി വയ്ക്കുക. ഇതൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എങ്ങനെയെങ്കിലും വച്ചതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ നല്ലോണം കുഴയ്ക്കുന്നുണ്ട്. തൈര് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം കുഴച്ച് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഉള്ളി വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും കൂടെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പോൾ ആദ്യം കടായി വെച്ചു, പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കുന്നു. എണ്ണ കുറച്ച് എണ്ണ മതി. ചിക്കൻ പൊരിച്ചെടുക്കുന്ന ചിക്കനല്ല, ആ എണ്ണയിൽ കിടന്ന് വേകുന്ന ചിക്കനാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് ഈ ചിക്കനെ അതിലോട്ടിടുക. ശകലം എണ്ണ ഒഴിച്ചാൽ മതി. അത് 2 പ്രാവശ്യം ഞാൻ എടുത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയെല്ലാം ആരോഗ്യത്തിന് ഹാനികരമായ ഒരു കാലത്ത് ഇത്രയും കുറച്ച് എണ്ണ മതി. കടായില്ലല്ലേ, അപ്പം നോൺ സ്റ്റിക്ക് പാത്രത്തിലാകുമ്പോൾ അത്രയ്ക്കും നമുക്ക് എണ്ണ ആവശ്യമായിട്ട് വരത്തില്ല. അതുകൊണ്ട് പാകത്തിന് എണ്ണയൊഴിച്ച് നല്ലവണ്ണം ഒന്ന് മൂടി വെച്ച് ഒന്ന് ഫ്രൈ ആക്കണം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഒന്ന് മൂടി വെച്ച് പാകത്തിന് ഒന്ന് വേവട്ടെ. കുറച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ തൈരിൻ്റെ ആ ഒരു അംശം പുറത്ത് വന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് ചിക്കനിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതാക്കണം. ഈ തൈരിൻ്റെ വെള്ളത്തിലും തൈരിൻ്റെ ആ ഒരു ഇതിൽ കിടന്നിട്ട് ഈ ചിക്കൻ നല്ലവണ്ണം ഒന്ന് വേവും. ഇതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തി ഫുൾക്കയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി അധികം ഇവിടെ ആരും യൂസ് ചെയ്യത്തില്ല അധികം. അതുകൊണ്ട് ഫുൾക്കയാണ് ഉണ്ടാക്കുന്നത്. ചെറിയ വട്ടത്തിലാണ് ചുട്ടെടുക്കലാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ തീയിൽ 2 വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മറച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചവണയിട്ടൊന്ന് തീയിൽ വെച്ച് ചുട്ടെടുക്കും. അതിൻ്റെ ഇത് ഫുൾക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊന്ന് നല്ല രീതിയിൽ ഇത് കഴിക്കാനും സോഫ്റ്റാണ്. ഇതിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് നല്ല ചിക്കൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചപ്പാത്തി കുറച്ച് ഹാർഡായതുകൊണ്ട് ഇവിടെ ആരും കഴിക്കാത്തത്. പിന്നെ ഉള്ളു വെന്തില്ല അങ്ങനെയൊക്കെ കുറ്റം പറയും. പിന്നെ അതിനെക്കാട്ടിലും ഇതാകുമ്പം നമുക്കും ജോലി എളുപ്പമാണ്, കഴിക്കുന്നവർക്ക് സുഖമാണ്. ഇതിപ്പം ചിക്കനൊന്ന് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഒരു 3/4 ഫ്രൈ ആയതിന് ശേഷം ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഒരു 2 ഉള്ളിയാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റണം. ഉള്ളി ഒന്ന് നല്ല വാടി വരണം. വാടി വന്നതിന് ശേഷം ഈ മല്ലിയിലയും കൂടെ ഞാൻ അതിലോട്ടിടുന്നുണ്ട്. കുറച്ച് പച്ചമുളകും ആവശ്യത്തിനിടാം. ഇതിലിപ്പം പെപ്പറും പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടത് കൊണ്ട് നല്ല എരിവുണ്ട് ചിക്കണിന്. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എക്സ്ട്രാ ചേർക്കാത്തത്. ഇപ്പം നല്ല ഒന്ന് ഫ്രൈ ആയി ഒന്ന് മൂത്ത് വരുന്നൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബ്രൗൺ കളറാവുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഫുൾക്ക ചെയ്ത് വെച്ചിരിക്കുക. ഇതിലൊരു ശകലം ബട്ടർ ഇടാം. ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സത്യം പറയാം, ഭയങ്കര സോഫ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഈസി ജോലി, എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമാണ്. ബട്ടർ ഒരു ശകലം അതിലോട്ട് ഒരു ചപ്പാത്തിയിലോട്ട് വെച്ചിട്ട്, ചപ്പാത്തിയല്ല ഫുൾക്ക, ഒരു ഫുൾക്കയിലോട്ട് കുറച്ച് സ്പൂണിലെടുത്ത് അങ്ങനെ വെച്ചിട്ട് വേറൊരു ഫുൾക്കയും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്നായിക്കോളും. ഓരോന്നിലായിട്ട് പ്രത്യേകം തേക്കേണ്ട ആവശ്യമില്ല. 2 ചപ്പാത്തിയും കൂടെ ഒരുമിച്ച് ചേർത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന്
റൗണ്ടാക്കി ഇതാക്കി എടുത്താൽ മതി. ഒന്ന് ഉരച്ചെടുത്താൽ മതി ഇതിനെ. ഇങ്ങനെ ഫുൾക്ക ഉണ്ടാക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ നൈസായിട്ട് കട്ടി കുറച്ച് ഉണ്ടാക്കിയെടുക്കും. ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നല്ല തൈരിലായതുകൊണ്ട് നല്ല പെട്ടെന്ന് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഒരു അല്പം നാരങ്ങ അതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. കുരു മാറ്റിയതിന് ശേഷം അതിലോട്ടൊന്ന് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുവാന്ന്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ നാരങ്ങയുടെ പുളിപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് കൂടെ ഒഴിക്കാം. ഞാനിപ്പോൾ അത് സോസ് ഒഴിക്കുന്നില്ല. ഇത് നല്ലൊരു എരിവിൻ്റെ ആ ഒരു ഇത് സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പുളിപ്പായി പോവും. അതുകൊണ്ടാണ് ടൊമാറ്റോ ഒന്നും ഇടുന്നില്ല. എളുപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷായത്. ഇത്രയേ ഉള്ളൂ. ഇത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു കളറും. നല്ല വെന്തിട്ടുണ്ട് തൈര് ഒഴിച്ചതുകൊണ്ട്. പിന്നെ ചോറ് ഇപ്പോൾ ചിക്കൻ്റെ കൂടെ ചോറുണ്ട്, കുറച്ച് ഡാലി കറിയുണ്ട്, പച്ചടിയുണ്ട്, ഫുൾക്ക 2 എണ്ണം, മുളകച്ചാർ. ഇത് നല്ല ടേസ്റ്റാണ്. ഹിന്ദിക്കാരുടെ സ്പെഷ്യലായത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.